സാർ, ഈ നെറുകേട് എന്ന് പറഞ്ഞാൽ നേരില്ലാത്തത് എന്നേ അർത്ഥമുള്ളൂ. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, നേരില്ലാത്ത നീക്കങ്ങൾ എന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ അത് തെറിവാക്കല്ല. ബി ഗോപാലകൃഷ്ണൻ, ഞാൻ നെറുകേട് എന്ന് പറയാനുള്ള കാരണം എന്താണ്? നെറുകെട്ട കോട്ട എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇവിടെ അരവിന്ദ് കെജ്രിവാൾ ഒന്നര വർഷത്തെ ഒരു കേസിൽ എന്താണ് തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച ശേഷം അറസ്റ്റ് ചെയ്ത് 50 ദിവസം അകത്തിടുന്നു. അരവിന്ദ് കെജ്രിവാൾ മാത്രമല്ല, മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, ഈ പറയുന്ന മാപ്പ് സാക്ഷിയുടെ വാക്കുബലമല്ലാതെ അരക്കഴഞ്ഞിന് തെളിവ് കോടതിയിൽ ഹാജരാക്കാൻ ഇതേവരെ ഇടിക്ക് പറ്റിയിട്ടില്ല. നെറുകേടല്ലാതെ എന്താണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ? മിസ്റ്റർ ആഷ്മി, താങ്കൾ 24-ൻ്റെ ഫ്ലോറിലെ ഒരു അവതാരകനാണ്. നമ്മൾ ഈ നാട്ടിൽ മാധ്യമ അവതാരകന്മാരെ കണ്ടിട്ടുണ്ട്. അവതാരകന്മാർ ഇത്തരം ഭാഷകൾ ഒരു പ്രസ്ഥാനത്തിന് നേരെ, ഒരു വ്യക്തിക്ക് നേരെ ഉപയോഗിക്കരുത്. അത് ശരിയല്ല. നിങ്ങൾ പറഞ്ഞ നെറുകെട്ട കോട്ട കെട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടി എന്നൊക്കെയല്ലേ? അതൊരു അവതാരകന് ഭൂഷണമല്ല. ഞാൻ BJP നെറുകെട്ട കോട്ട കെട്ടി തങ്ങളോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ ചോദിച്ചു, സർ, BJP നെറുകെട്ട കോട്ടി എന്നാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതിന് ഞാൻ മറുപടി പറയുമ്പോൾ ഇടപെടൽ. നിങ്ങൾ ഒരു ആഷ്മി, ഒന്നാമത് ഒരു സാവധാനത്തിൽ ഒരാൾക്ക് സംസാരിക്കാനുള്ള സമയത്തിൽ അയാൾ സംസാരിക്കട്ടെ. അങ്ങനെയാണല്ലോ, നമ്മൾ ആരും ഇടയിൽ കയറില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി സംസാരിച്ചു, ഞാൻ ഇടയിൽ കയറിയില്ലല്ലോ. എല്ലാവരും സംസാരിക്കട്ടെ, ഒന്ന് സാവധാനം. ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് മറുപടി പറയുമ്പം നിങ്ങൾ വേറൊരു ചോദ്യമായിട്ട് വരരുത്. നിങ്ങൾ നെറുകെട്ട കോട്ട കെട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായമാണ്. നെറുകെട്ട കോട്ട വേറെ ആരും കെട്ടിയിട്ടില്ല, വേറെ ആരും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ആര് കെട്ടിയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു കോടതി വിധിയെന്ന. എന്താണ് കോടതിയുടെ വിധി? ഒന്നാമത് ഇൻട്രിം ബെയിലാണ്. ഇൻട്രിം ബെയിൽ എന്ന് പറഞ്ഞാൽ അത് മഹാസംഭവമൊന്നുമല്ല. ഞങ്ങൾ കോടതിയിൽ പണിയെടുക്കുന്ന ആളും കോടതിയിലെ അഭിഭാഷകരും ഒക്കെയാണ് ഞങ്ങളൊക്കെ. ഇൻട്രിം ബെയിൽ സുപ്രീം കോടതിയിൽ നിന്നായാലും ഇൻട്രിം ബെയിൽ ജില്ലാ കോടതിയിൽ നിന്നായാലും ഇൻട്രിം ബെയിൽ ഏതെങ്കിലും ഒരു ഇൻട്രിം ബെയിൽ ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന അഭിഭാഷകരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഏതെങ്കിലും ഒരു ഇൻട്രിം ബെയിലിന് കണ്ടീഷൻ വെക്കുമോ? ഇന്ന് വരെ വെച്ചിട്ടില്ല, ഒരു കോടതിയും വെച്ചിട്ടില്ല. ഇൻട്രിം ബെയിലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കണ്ടീഷൻ വെച്ചിരിക്കുന്നത് ഈ കോടതിയാണ്. എന്താ കണ്ടീഷൻ എന്ന് ഞാൻ വിളിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓരോരോരോ കണ്ടീഷനുണ്ട്. ഡൽഹി ലെഫ്റ്റനൻ്റ് അറിയാതെ ഒരു ഒപ്പിടാൻ പാടില്ല, ഈ വിഷയത്തെക്കുറിച്ച് മിണ്ടാൻ പാടില്ല, മന്ത്രിസഭയിലെ കെട്ടിടത്തിന് മുന്നിൽ പോയി നിൽക്കാൻ പാടില്ല. ചെയ്യാവുന്ന എല്ലാ റെസ്ട്രിക്ഷൻസുമാണ് കോടതി വെച്ചത്. ആ വിധിയുടെ 15-ാം ഖണ്ഡിക താങ്കൾ വായിക്കണം. അതിനകത്ത് ED പറഞ്ഞത് ശരിയാണെന്നും 9 പ്രാവശ്യം ഇയാൾ നോട്ടീസ് സ്വീകരിച്ചില്ലെന്നും 9ാമത്തെ പ്രാവശ്യം തിരസ്കരിക്കപ്പെട്ടുമാണ് അറസ്റ്റ് ഉണ്ടായതും എന്നുള്ളത് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട്സ് ആണ് എന്ന് ആ 15-ാം ഖണ്ഡികയിൽ പറയുന്നുണ്ട്. പക്ഷേ കോടതി ഏറ്റവും അവസാനം പറയുന്ന ഒരു ഭാഗമുണ്ട്. അതെന്താ പറയുന്നത്? ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നതൊന്നും ഈ കേസിൻ്റെ മെറിറ്റുമായിട്ട് ബന്ധമില്ല. ഈ കേസിൻ്റെ മെറിറ്റ് ഞങ്ങൾ നോക്കിയിട്ടേ ഇല്ല. പിന്നെ എന്താണ് കോടതി നോക്കിയത്? സുപ്രീം കോടതി നോക്കിയത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ, ഒരു ജനാധിപത്യ രാജ്യത്തിൽ, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പാർട്ടിയുടെ ഒരു നേതാവിന് പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുക്കണം. അത് ചരിത്രത്തിലാദ്യമായിട്ടാണ് അങ്ങനെ വന്നത്. വാസ്തവത്തിൽ ഇത് കെജ്രിവാളിന് മാത്രമല്ല കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ സിസോദിയയ്ക്ക് കൊടുക്കണം. കെജ്രിവാളുമായി ബന്ധപ്പെട്ട കേസാണ് സിസോദിയയ്ക്ക് കൊടുക്കണം. 1 വർഷമായി ജയിലിലാണ്. ഹേമന്ത് സോറന് കൊടുക്കണം. ഇതേപോലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഹേമന്ത് സോറന് കൊടുക്കണം. അപ്പോൾ അതിലൊക്കെ വാദങ്ങളും പ്രതിവാദങ്ങളും ഉണ്ടാവും. അതിലൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. നിങ്ങൾ ചോദിച്ച രാഷ്ട്രീയ ചോദ്യം ചോദിച്ചാൽ എനിക്ക് വിരോധമില്ല. ഇതാ ഡൽഹിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഒരു വാക്ക് പറയാൻ അനുവാദം തരണം. ഇത് ഞാൻ അതാണ് പറഞ്ഞു വന്നത്. ഇത് കോൺഗ്രസ് തുറന്നുവിട്ട ഭൂതമാണ്. ഇതുണ്ടാവാൻ പോകുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ കെജ്രിവാൾ ഇന്നത്തെ അവസ്ഥയിൽ കെജ്രിവാൾ ഒരു പ്രതിപക്ഷത്തിൻ്റെ നേതാവായിട്ട് ഉയരുകയും കോൺഗ്രസിൻ്റെ ഇക്കണ്ടകാലം പ്രതിപക്ഷ നേതാവായിരുന്ന രാഹുൽ ഗാന്ധി അസ്തമിക്കുകയും ചെയ്യാൻ പോവാണ്. ഇതാണ് ഇതിലുണ്ടാവാൻ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കെജ്രിവാൾ വരുന്നത് ഞങ്ങൾക്ക് ഗുണവും കെജ്രിവാൾ വരുന്നത് കോൺഗ്രസിന് നഷ്ടവുമാണ്. ഉണ്ടാവാൻ പോകുന്നത് ഞങ്ങൾക്ക് ഗുണമാണ്. ഞങ്ങൾക്ക് ഗുണം, BJPക്ക് ഗുണം.